ഫലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്താങ്ങുന്നുവെന്ന് പറയുമ്പോഴും നരേന്ദ്രമോദിയും ബി.ജെ.പിയും ഇസ്രായേൽ അനുഭാവമാണ് ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്നതിനുള്ള തെളിവുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ കൂട്ടക്കുരുതി നിർത്തണമെന്നും ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ടു സ്റ്റേറ്റ്സ് സൊല്യൂഷൻ അഥവാ രണ്ട് രാജ്യ പരിഹാരത്തെ ഇസ്രായേൽ അംഗീകരിക്കണമെന്നും ഇന്ത്യ ഒരു ഭാഗത്ത് ആവശ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേലിന് ആയുധം നൽകിക്കൊണ്ട് ഗാസ അക്രമത്തെ പരോക്ഷമായി സഹായിക്കുന്നതായി പിന്തുണയ്ക്കുന്നതായുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഇരട്ടത്താപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഭൂരിഭാഗം രാഷ്ട്രങ്ങളും ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ മനുഷ്യക്കുരുതി നിർത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ മോദിയുടെ ഇന്ത്യ ഇസ്രായേലിനെ റോക്കറ്റുകളും മറ്റ് മാരകായുധങ്ങളും നൽകിക്കൊണ്ട് രഹസ്യമായി ഇസ്രായേലിനെ സഹായിക്കുന്നതായുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇത് ഇന്ത്യയുടെ ഇരട്ടത്താപ്പാണ്, രണ്ട് മുഖമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ആരോപണമുയർന്നു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി ഇസ്രായേലിനെ പിന്തുണക്കുവാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, അദാനിയുടെ ഇസ്രായേലിലെ റൈഫ തുറമുഖത്തിന്റെ സംരക്ഷണവും അനുബന്ധ വ്യവസായ കരാറുകളുടെ നിലനിൽപ്പും. അദാനി ഗ്രൂപ്പ് ഇസ്രായേലിൽ തുടക്കമിട്ട പല നിക്ഷേപ പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് പ്രധാനമായും നരേന്ദ്രമോദി ഇസ്രായേലിനെ പിന്തുണയ്ക്കുവാനുള്ള ഒന്നാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രണ്ടാമതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാന കാരണം നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരോധമാണ്. മോദിയുടെ ഈ താൽപര്യത്തിന് കൂടുതൽ തെളിവുകൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ആ വിഷയത്തിൽ നല്ല ബോധ്യമുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ലോകം മുഴുവനും യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും UN പ്രമേയത്തിലൂടെ ശാസനകൾ നൽകുകയും ലോക ക്രിമിനൽ കോടതി നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും അമേരിക്ക ഉൾപ്പെടെ പല രാഷ്ട്രങ്ങളും ഇസ്രായേലിന് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങളും പിന്തുണയും പുനഃപരിശോധിക്കുകയും വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഇസ്രായേലിന് ആയുധം അയച്ചുകൊണ്ട് സഹായം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ആർമി ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായി സംശയം നേരത്തെ ഉയർന്നു വന്നതായിട്ടാണ് റിപ്പോർട്ട്. മെയ് മാസം ഇന്ത്യയുടെ ഒരു കപ്പലിനെ സ്പെയിനിൽ പ്രവേശിക്കുവാൻ അനുമതി നൽകാതെ തിരിച്ചയച്ചതായി സ്പെയിൻ വെളിപ്പെടുത്തുകയുണ്ടായി. ചെന്നൈയിൽ നിന്നും 27 ടൺ സ്ഫോടക വസ്തുക്കളുമായി വന്നതായിരുന്നു ഇന്ത്യൻ കപ്പൽ എന്നാണ് വാർത്ത. അദാനിയുടെ ഹൈഫ തുറമുഖം ലക്ഷ്യമാക്കിയാണ് കപ്പൽ വന്നത് എന്നാണ് വെളിപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഈ രഹസ്യ ഇടപാട് പുറത്തു വരികയും ഫലസ്തീൻ അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയത്തെ സംശയാസ്പദമായ വീക്ഷണത്തിലൂടെ വിലയിരുത്തപ്പെട്ടേക്കാം.